everyone. Welcome to Jovys Perfect Academy. Myself Nimisha. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PTEയിലെ റീഡിംഗ് സെക്ഷനിലെ അല്ലെങ്കിൽ റീഡിംഗ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് എടുക്കുന്നത്, റീഓർഡർ പാരഗ്രാഫ്. ഓക്കെ, റീഓർഡർ പാരഗ്രാഫ് നമുക്കറിയാം, PTEയിൽ നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത്. ആ 4 മൊഡ്യൂൾസിൽ ഫസ്റ്റ് വൺ സ്പീക്കിംഗ്, ദെൻ റൈറ്റിംഗ്, ദെൻ റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ്. അതിൽ റീഡിങ്ങിൽ തന്നെ 5 സെക്ഷൻസാണ് വരുന്നത്. ആ 5 സെക്ഷൻസിൽ 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ സെക്ഷൻസാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. കോറിലേക്ക് വരുമ്പോൾ ടൈറ്റിലിൽ മാത്രം ചേഞ്ച് ഉണ്ട്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ 2 സെക്ഷൻസാണ്. മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ. ഈ 2 സെക്ഷൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ 2 സെക്ഷൻസും വെൻ കമ്പയർ ടു ദ അതർ സെക്ഷൻസ് പ്രയോറിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞ സെക്ഷൻസ് ആണ്. ബട്ട് റീഓർഡർ പാരഗ്രാഫ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് റീഓർഡർ പാരഗ്രാഫ്. ഓക്കെ, നമുക്ക് നോക്കാം. റീഓർഡർ പാരഗ്രാഫിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കുക. അപ്പോൾ മൊത്തം ഓൾ ടുഗെദർ വി ഹാവ് 5 ടാസ്ക് ഇൻ റീഡിംഗ് സെക്ഷൻ അല്ലെങ്കിൽ റീഡിംഗ് മൊഡ്യൂൾ. റീഡിംഗ് മൊഡ്യൂളിൽ ഈ 5 ടാസ്ക് ഉള്ളതിൽ നിന്നും നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും 2 കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറഞ്ഞ സെക്ഷൻസുമാണ് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ സെക്ഷൻസ്. ഓക്കെ, സോ അതിൽ 5 ടാസ്ക് ഉള്ളതിൽ ഒരെണ്ണമാണ് നമ്മുടെ റീഓർഡർ പാരഗ്രാഫ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 2-3 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ടൈം അറിയണം. ഓരോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, 1.5 to 2 minutes. ഓക്കെ, 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ് ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാവുന്ന സമയം. ദെൻ ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. നമുക്കിവിടെ 4-5 സെൻറ്റൻസസ് അല്ലെങ്കിൽ 4-5 പാരഗ്രാഫ്സ് എന്ന് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ബട്ട് സെൻറ്റൻസസ്, ഓക്കെ, ഷോർട്ട് സെൻറ്റൻസസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ആ സെൻറ്റൻസിനെ നമ്മൾ അത് റാൻഡം ഓർഡറിലാണ്, അതായത് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. റീഓർഡർ പാരഗ്രാഫ്സ് എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ. സോ റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അവിടെ കൃത്യമായിട്ട് ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കും. ആ ലോജിക്കൽ സീക്വൻസ് അനുസരിച്ചാണ് വി ഹാവ് ടു അറേഞ്ച് ദം അക്കോർഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ലോജിക്കൽ സീക്വൻസ്. ദെൻ ഫൈനലി ഈ സ്കോർ വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള റീഓർഡർ പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസിൽ ജംബിൾഡ് ആയിട്ട് കിടക്കുന്ന ആ 4-5 സെൻറ്റൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തു. ആ റീഅറേഞ്ച് ചെയ്തതിന് സ്കോർ കിട്ടുന്നത് സാധാരണ ആ നമ്പർ ഓഫ് പാരഗ്രാഫ്സ് അനുസരിച്ചല്ല, അതായത് എണ്ണം അനുസരിച്ചല്ല സ്കോർ വരുന്നത്, പെയേഴ്സിലാണ് സ്കോർ വരുന്നത്. വിത്ത് എവറി കറക്റ്റ് സീക്വൻസ് പെയർ വി ക്യാൻ ഏൺ 1 point. ഓക്കെ, ഓരോ പെയർ അനുസരിച്ച്, ഓരോ സീക്വൻസ് പെയർ അനുസരിച്ചാണ് നമുക്ക് ഓരോ പോയിന്റും കിട്ടുന്നത്. സോ ഇത്രയാണ് ദ പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ ഹാൻഡ്ലിംഗ് ഓർ വൈൽ ഡൂയിങ് ദിസ് റീഓർഡർ പാരഗ്രാഫ്. റീഓർഡർ പാരഗ്രാഫ് ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 ടാസ്ക് റീഡിംഗ് മൊഡ്യൂളിൽ വരുന്നതിൽ ഒന്നാണ് റീഓർഡർ പാരഗ്രാഫ്. 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1.5 to 2 minutes ആണ് മാക്സിമം എടുക്കാവുന്ന ടൈം. 4 or 5 സെൻറ്റൻസസ് ജംബിൾഡ് ഓർഡർ അല്ലെങ്കിൽ റാൻഡം ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. വി ഹാവ് ടു അറേഞ്ച് ദാറ്റ് പ്രോപ്പർലി. ഇറ്റ് വിൽ ഹാവ് എ കറക്റ്റ് ലോജിക്കൽ സീക്വൻസ് ആൻഡ് വിൽ ഗെറ്റ് 1 point ഫോർ ഈച്ച് ഓഫ് ദീസ് കറക്റ്റ് പെയേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് ഫോർ സോൾവിങ് റീഓർഡർ പാരഗ്രാഫ്. എങ്ങനെയാണ് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടോപ്പിക് സെൻറ്റൻസ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് 4 or 5 സെൻറ്റൻസസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലായിരിക്കും അതിൻ്റെ ഫുൾ ഐഡിയ, കംപ്ലീറ്റ് ഐഡിയ വരുന്നത്. അപ്പോൾ ആ ടോപ്പിക് സെൻറ്റൻസ് ഏതാണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സെൻറ്റൻസ് മെയിൻ ഐഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ ഐഡിയ ഓർ ദ മെയിൻ ടോപ്പിക് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, ഓരോ ക്വസ്റ്റ്യൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് സെൻറ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ഐഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ഓക്കെ, അതൊരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിരിക്കും. കംപ്ലീറ്റ് മീനിങ് ഉള്ള, ഇറ്റ് ക്യാൻ കൺവേ എ കംപ്ലീറ്റ് ഐഡിയ. അത്തരത്തിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും, ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ,
രണ്ടാമത്തെ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് അതാണ്, ടോപ്പിക് സെൻറ്റൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ഐഡിയ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ദെൻ അതൊരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ ഇപ്പോൾ ഒരു എസ്സേ റൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിങ്ങനെ എഴുതുമ്പോൾ അവിടെ എന്താ, എപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ആ ഇൻട്രൊഡക്ഷനിലായിരിക്കും നമ്മൾ ടോപ്പിക് എന്താണെന്നുള്ളത് പറയുന്നുണ്ടാവുക. ദെൻ ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബോഡി പാരഗ്രാഫ്സ് കൊടുക്കും. ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ മിഡിൽ പാരഗ്രാഫ്സിലായിരിക്കും കണ്ടൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ടോപ്പിക്കിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ബോഡി പാരഗ്രാഫ്സിലായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്, കൺക്ലൂഷൻ വരുന്നത്, ഒരു പ്രോപ്പർ കൺക്ലൂഷൻ, ഒരു എൻഡിങ് കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഇതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ബോഡി പാരഗ്രാഫ്സ് പോലെ അടുത്തത് ലോജിക്കൽ സീക്വൻസ് അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ ഫൈനലി ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആദ്യം വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടോപ്പിക് സെൻറ്റൻസ്, ദെൻ ഐഡൻറ്റിഫൈ കണക്റ്റേഴ്സ് ആൻഡ് പ്രോനൗൺസ്. ഇനി ഈ പറഞ്ഞ സെൻറ്റൻസുകൾ തരുന്നുണ്ടല്ലോ, അതിൽ നമുക്കിങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഒന്നിന് പുറകെ വരുന്നത്, അല്ലെങ്കിൽ വിച്ച് വൺ ഷുഡ് ബി ടേക്കൻ വൺ ആഫ്റ്റർ ദ അതർ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കണക്റ്റേഴ്സ് മനസ്സിലാക്കാം. കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഹൗഎവർ, ദെയർഫോർ, ബിക്കോസ്, ദെൻ, ലേറ്റർ, ഇതെല്ലാം കണക്റ്റേഴ്സ് ആണ്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അടുത്തത് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്താ നമുക്ക് ഓരോ സീക്വൻസ് എന്താണ്, ഓരോ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്തത് എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ വാട്ട് കണക്ഷൻ ഇറ്റ് ഹാസ് വിത്ത് ദ പ്രീവിയസ് ഓർ ദ നെക്സ്റ്റ് കമ്മിങ് സെൻറ്റൻസ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മുൻപ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യവും തമ്മിലുള്ള റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റേഴ്സ് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ദ കണക്റ്റേഴ്സ്. പിന്നെ പ്രോനൗൺസ് എന്താ, എക്സാമ്പിൾസ് ആണ് ഇറ്റ്, ദേ, ദെം, ദിസ്, ദീസ്, ദോസ്, ഇതൊക്കെ പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ് സാധാരണ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പ്രോനൗൺ ഇസ് യൂസ് ടു റീപ്ലേസ് എ നൗൺ. ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോനൗൺസ് ഒബ്വിയസ്ലി എന്തിൽ വരില്ല, ഈ ഫസ്റ്റ് സെൻറ്റൻസ് ടോപ്പിക് സെൻറ്റൻസിൽ പ്രോനൗൺ വരില്ല. കാരണം എന്താ, പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ മെയിൻ എന്തെങ്കിലും ഒരു നൗൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിനെ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഐഡിയ ആദ്യം പറയുന്നിടത്ത് നമുക്ക് പ്രോനൗൺ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പ്രോനൗൺ എപ്പോഴും അടുത്ത സെൻറ്റൻസുകളിലായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ കണക്റ്റേഴ്സ്. പ്രോനൗൺസ് ആർ ഓൾവേസ് യൂസ്ഡ് ടു റീപ്ലേസ് ദ നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സെൻറ്റൻസ് പെയർസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സ്കോർ വരുന്നത് ഓരോ സീക്വൻസ് അല്ലെങ്കിൽ ഓരോ പെയറിനാണ് 1 പോയിന്റ് വെച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സീക്വൻസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പ്രോപ്പർ കണക്ഷൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ സെൻറ്റൻസുകൾ തമ്മിൽ. ഫസ്റ്റ് പെയർ ആവാം, സെക്കൻഡ് പെയർ ആവാം, തേർഡ് പെയർ ആവാം. ആ പെയറുകൾ തമ്മിൽ ഒരു പ്രോപ്പർ കണക്ഷൻ ഉണ്ടായിരിക്കണം. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് സീക്വൻസ് പെയർ. ഓക്കെ, സെൻറ്റൻസ് പെയർസ്. ദെൻ യൂസ് ക്രോണോളജിക്കൽ ക്ലൂസ്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ മേ ബി ചില സിറ്റുവേഷൻസിലൊക്കെ ടൈം ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ പറയുന്ന രീതിയിലുള്ള ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി എപ്പോഴും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ബിഗിനിങ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇനീഷ്യലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓവർ ടൈം എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഓവർ ടൈം യൂസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ്. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ സമയം കഴിയും തോറും അല്ലെങ്കിൽ സമയം പോകും തോറും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ആണ് വരിക, അത് കഴിഞ്ഞിട്ടാണ് ഓവർ ടൈം വരിക. അപ്പോൾ ഇതെല്ലാം എന്താ, ക്രോണോളജിക്കൽ ക്ലൂസ് ആണ്. ഓക്കെ, ഒന്നിന് ശേഷം മറ്റൊന്ന് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ്, another example is that. ഇതൊക്കെ നമുക്ക് എന്ത് ക്ലൂസാണ് തരുന്നത്, ക്രോണോളജിക്കൽ ക്ലൂസ് ആണ്. ആദ്യം വൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉദാഹരണമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓർ അനദർ എക്സാമ്പിൾ, മറ്റൊരു ഉദാഹരണം ഇതാണെന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ വൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉദാഹരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനദർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മറ്റൊരു ഉദാഹരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെയും എന്താ, ആ ക്രോണോളജി, ആ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ക്ലൂസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, to solve a reorder paragraph, the strategies that we need to follow are
ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടോപ്പിക് സെൻറ്റൻസ്. ടോപ്പിക് സെൻറ്റൻസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ടോപ്പിക് സെൻറ്റൻസ് എപ്പോഴും മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിരിക്കും. പിന്നെ ഐഡൻറ്റിഫൈ ദ കണക്റ്റേഴ്സ് ആൻഡ് പ്രോനൗൺസ്. പ്രോനൗൺസും കണക്റ്റേഴ്സും വരുന്ന സെൻറ്റൻസുകളൊക്കെ ശ്രദ്ധിക്കുക. അത് നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ സെൻറ്റൻസ് പെയേഴ്സ്. നമ്മൾ സ്കോർ കിട്ടുന്നത് ഈ സീക്വൻസ് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ്. സോ ആ ഓരോ പെയറും പ്രോപ്പർ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, കണക്റ്റഡ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫൈനലി യു ക്യാൻ യൂസ് ദ ക്രോണോളജിക്കൽ ക്ലൂസ് വിച്ച് ആർ ബീൻ പ്രൊവൈഡഡ്. അവിടെ തന്നിട്ടുള്ള ക്രോണോളജി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്ലൂസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇനീഷ്യലി, ഓവർ ടൈം, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ, ഇതൊക്കെ നമുക്ക് ക്രോണോളജി ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ക്ലൂസ് ആണ്, അല്ലെങ്കിൽ തരുന്ന ക്ലൂസ് ആണ്. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദീസ് തിങ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ റീഓർഡർ പാരഗ്രാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. So here we have an example. ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. സോ ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ബോക്സസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വൺ ഇസ് സോഴ്സ് ആൻഡ് ദ അതർ വൺ ഇസ് ടാർഗറ്റ്. ഓക്കെ. ഈ സോഴ്സ് എന്നുള്ളതിൽ നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇങ്ങനെ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 5 സെൻറ്റൻസ് അല്ലെങ്കിൽ 5 പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സോ 5 പാരഗ്രാഫ്സ് അല്ലെങ്കിൽ 5 സെൻറ്റൻസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ തന്നിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് റാൻഡം ഓർഡറിലാണ്, പ്രോപ്പർ ഓർഡറിലല്ല, ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻറ്റൻസിനെ നമുക്ക് ടാർഗറ്റ് എന്ന ബോക്സിലേക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർഡറിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഏതാണോ പെർട്ടിക്കുലർ ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. യു ഹാവ് ടു ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ഡ്രാഗ് ആൻഡ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ്. ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ബട്ട് ഹൗ ടു ഐഡൻറ്റിഫൈ ദ ആൻസർ, എങ്ങനെയാണ് ഇത് കറക്റ്റ് ഓർഡറിലാക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ആസ് ഐ ടോൾഡ് യു ഏർലിയർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞല്ലേ. സോ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ദെൻ റിലേറ്റഡ് ആയിരിക്കും ബോഡി പാരഗ്രാഫ്സ്, ആൻഡ് ഫൈനലി ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് സോ ഇവിടെ നോക്കുക. ആദ്യത്തേത്, ബിയോണ്ട് ദീസ് 3 categories many theories of and approaches towards human learning potential have been established. ബിയോണ്ട് ദീസ് 3 categories, ഇത് ഈ കാറ്റഗറീസ് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവിടെ ദീസ് എന്നുള്ള വേർഡ് കാണുന്നുണ്ട്, ബിയോണ്ട് കാണുന്നുണ്ട്. ബിയോണ്ട് മീൻസ് ഇത് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. ഇതിനപ്പുറം അല്ലെങ്കിൽ ഇത് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. ദീസ് എന്ന് പറയുന്നതോ പ്രോനൗൺ ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താണെന്നുള്ളതല്ല തന്നിരിക്കുന്നത്, പ്രോനൗൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദീസ് എപ്പോഴും എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. സോ ഇവ എന്നുള്ളൊരു മീനിങ് ആണ് ദീസ്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇൻട്രൊഡക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്തോ വേറൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ ടോപ്പിക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ബിയോണ്ട് ദീസ് 3 categories, ഈ 3 കാറ്റഗറീസ് കൂടാതെ എന്നുള്ളൊരു മീനിങ് ആണ്. സോ അതെന്തായിട്ട് വരില്ല, ഇൻട്രൊഡക്ഷനായിട്ട് വരില്ല. അപ്പോൾ കാറ്റഗറീസിനെ കുറിച്ച് മുൻപ് പറയണം, എന്നാലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 categories ഏതാണെന്ന് പറഞ്ഞാലാണ് നമുക്ക് ഈ ബിയോണ്ട് ദീസ് 3 categories എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ല. സെക്കൻഡ് വൺ നോക്കാം. Among them is the theory of multiple intelligence. Again, them എന്നുള്ളത് വന്നേക്കാണ്. them എന്ത് തന്നെയാണ്, പ്രോനൗൺ ആണ്. സോ ആ കൂട്ടത്തിൽ, ഓക്കെ, അത് ആ ഇവയുടെ കൂട്ടത്തിൽ എന്നുള്ളൊരു മീനിങ് ആണ്. among them is the theory of multiple intelligence. ആ തിയറീസിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറി എന്നാണ്. അപ്പോൾ തിയറീസിനെ കുറിച്ച് എന്തോ പറഞ്ഞാലാണ് നമുക്ക് അതും എടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു പാരഗ്രാഫ് ഇപ്പോൾ them വന്നതുകൊണ്ട് ദാറ്റ് ഓൾസോ കനോട്ട് ബി ടേക്കൻ ആസ് എ ഇൻട്രൊഡക്ഷൻ. അത് ഇൻട്രൊഡക്ഷൻ അല്ല. അടുത്തത് നോക്കാം. Gardner's early work in psychology and later in human cognition and human potential led to his development of the initial 6 intelligences. Okay, അപ്പോൾ അവിടെ ഗാർഡനറിൻ്റെ തിയറി, സൈക്കോളജീനെ ബേസ് ചെയ്തിട്ടുള്ള ഏർലി വർക്ക് എന്താണെന്നും അതിലെ തിയറി എന്താണെന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തപ്പോൾ ഇനീഷ്യലി അതിൽ 6 intelligences ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് തൊട്ട് മുൻപുള്ള പാരഗ്രാഫ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആണ് ആദ്യം അതിനെക്കുറിച്ച് പറയുന്നത്. ഈ തിയറീസ്, പല തിയറീസും കാറ്റഗറീസും ഉണ്ട്. ആ തിയറീസിൻ്റെ കൂട്ടത്തിലാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറി വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഹോവാർഡ് ഗാർഡ്നർ. അവിടെയാണ് ആ തിയറി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല.
ഈ പാരഗ്രാഫിന് ശേഷമാണ് നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗാർഡനറിനെ കുറിച്ച് ആദ്യം പറയുന്നത് ഈ ഒരു പാരഗ്രാഫിലാണ്. അവിടെയാണ് ആ തിയറിനെ കുറിച്ചും പറയുന്നത്, ആ തിയറി പ്രൊഫൗണ്ട് ചെയ്ത ആ ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ചും പറയുന്നത്. സോ ദിസ് കനോട്ട് ബി ടേക്കൺ ആസ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ നോക്കാം. Many of us are familiar with three broad categories in which people learn: visual learning, auditory learning and kinesthetic learning. സോ അവിടെ കൃത്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് പോലെയാണ് തന്നിരിക്കുന്നത്. കാരണം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളിൽ പലർക്കും ബ്രോഡ് ലേണിംഗ് കാറ്റഗറീസിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കാം. ആ ലേണിംഗ് കാറ്റഗറീസ് ഏതൊക്കെയാണ്? വിഷ്വൽ ലേണിംഗ്, ഓഡിറ്ററി ലേണിംഗ് ആൻഡ് കൈനസ്തെറ്റിക് ലേണിംഗ്. ഇത് മൂന്നുമാണ് ലേണിംഗ് കാറ്റഗറീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അവിടെ കൃത്യമായിട്ട് 3 ബ്രോഡ് കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് ഏതൊക്കെയാണ്, ലേണിംഗ് കാറ്റഗറീസ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതെന്തായിട്ട് എടുക്കാം? ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കാം. കാരണം അവിടെ ഓൾറെഡി ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ലാസ്റ്റ് വൺ നോക്കാം. Today there are 9 intelligences and the possibility of others may eventually expand the list. So ആദ്യം ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചായിരുന്നു. ഇവിടെ ഇനീഷ്യൽ 6 ഇൻ്റലിജൻസസ്, ഇനീഷ്യലി അത് 6 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു തിയറിയെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇനീഷ്യലി അത് 6 ഇൻ്റലിജൻസസ് ആയിരുന്നു. ടുഡേ ദർ ആർ 9 ഇൻ്റലിജൻസസ്. ഇന്ന് അത് എത്ര ഇൻ്റലിജൻസ് ആണ്? 9 ഇൻ്റലിജൻസ്. അപ്പോൾ ഇനീഷ്യലി പറയുന്നുണ്ട്, അപ്പോൾ അത് ക്രൊണോളജി ആയിട്ട് നമുക്ക് എടുത്തൂടെ? ക്രൊണോളജിക്കൽ ക്ലൂ അല്ലേ അത്? ഇനീഷ്യൽ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇത്രയായിരുന്നു, ടുഡേ ദർ ആർ 9 ഇൻ്റലിജൻസ്. ഇപ്പോൾ അതെത്രയാണ്? ടുഡേ ദർ ആർ 9 ഇൻ്റലിജൻസസ്. അപ്പോൾ അതൊരു ക്രൊണോളജിക്കൽ ക്ലൂ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനീഷ്യലി ഇത്രയായിരുന്നു, ഇന്ന് ഇത്രയാണ്. ആൻഡ് ദെൻ അവിടെ എന്താ പറയുന്നത്? ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് അതേഴ്സ് മേ ഇവൻച്വലി എക്സ്പാൻഡ് ദ ലിസ്റ്റ്. ഇനി ആ ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് എന്താ, അതൊരു കൺക്ലൂഷൻ പോലെയാണ്. ഇന്ന് ഇത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ ദാറ്റ് ലിസ്റ്റ് ഇസ് ഗോയിങ് ടു എക്സ്പാൻഡ് ഫർദർ മോർ എന്നുള്ള രീതിയിലാണ് അവിടെ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് ദ കൺക്ലൂഷൻ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അപ്പോൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ഇങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക. Many of us are familiar with 3 broad categories in which people learn: visual learning, auditory learning and kinesthetic learning. അപ്പോൾ ആദ്യം ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു, ലേണിംഗ് കാറ്റഗറീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ലേണിംഗ് കാറ്റഗറീസിൽ 3 ബ്രോഡ് കാറ്റഗറീസ് ആണുള്ളത്: വിഷ്വൽ ലേണിംഗ്, ഓഡിറ്ററി ലേണിംഗ് ആൻഡ് കൈനസ്തെറ്റിക് ലേണിംഗ്. ഈ 3 കാറ്റഗറീസ് കൂടാതെ, അപ്പോൾ നമ്മളിവിടെ കാറ്റഗറീസിനെ കുറിച്ച് പറഞ്ഞു, ബിയോണ്ട് ദീസ് 3 കാറ്റഗറീസ്. അപ്പോൾ അടുത്ത ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നൗൺ വന്നത്. ആ നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദീസ് എന്നുള്ളത് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ പ്രോനൗൺ വന്നു. ബിയോണ്ട് ദീസ് 3 കാറ്റഗറീസ് മെനി തിയറീസ് ആൻഡ് അപ്രോച്ചസ് ടുവേർഡ് ഹ്യൂമൻ ലേണിംഗ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ തിയറീസ്, വേറെ തിയറീസും ഉണ്ട്, കാറ്റഗറീസ് കൂടാതെ തിയറീസും ഉണ്ട്. ആ തിയറീസ് ഏതൊക്കെയാണെന്നാണ് അടുത്തത് പറയുന്നത്. എമംഗ് ദം ഇസ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡെവലപ്ഡ് ബൈ ഹോവർഡ് ഗാർഡനർ. ഗാർഡനർ ഡെവലപ്പ് ചെയ്ത തിയറി ആ കൂട്ടത്തിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അപ്പോൾ ഗാർഡനറിൻ്റെ തിയറി എന്താണെന്നുള്ളതാണ്. Gardner's early work in psychology and later in human cognition and human potential led to his development of the initial 6 intelligences. Okay, അപ്പോൾ ഈ ഒരു തിയറി എന്തിലേക്ക് ഡെവലപ്പ് ചെയ്ത്? ആദ്യം ഇനീഷ്യൽ 6 ഇൻ്റലിജൻസസ് ആയിരുന്നു. ടുഡേ ദർ ആർ 9 ഇൻ്റലിജൻസസ് ആൻഡ് ദിസ് ലിസ്റ്റ് ഇസ് ഗോയിങ് ടു എക്സ്പാൻഡ്. സോ അതൊരു കണക്റ്റഡ് ആയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് തന്നെ ആദ്യം കാറ്റഗറീസ് പറഞ്ഞു. ഈ കാറ്റഗറീസ് കൂടാതെ തിയറീസ് അപ്രോച്ചസ് ഉണ്ട്. ആ തിയറീസിൻ്റെ കൂട്ടത്തിലാണ് ഇത് വരുന്നത്. ആ തിയറി എന്താണെന്ന് പറഞ്ഞു. ഇനീഷ്യലി ഇത്രയായിരുന്നു, ഇപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് എന്താ, പ്രോപ്പർ ക്രൊണോളജിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി പെയർ ഇസ് കണക്റ്റഡ്. ഓക്കെ, ഓരോന്നും കണക്റ്റഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നമ്മൾ പ്രോനൗൺസ് കണ്ടു, ക്രൊണോളജിക്കൽ ക്ലൂസ് കണ്ടു, കണക്റ്റേഴ്സ് കണ്ടു, ബിയോണ്ട്, എമംഗ്, ഇതൊക്കെ കണക്റ്റേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലെറ്റ്സ് സീ. ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ആസ് എ മീൻസ് ഫോർ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സർവൈവ്. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? ഒരു ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം അവിടെ ഒരു എന്താണ് മെയിൻ ഐഡിയ, ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ആസ് എ മീൻസ് ഫോർ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സർവൈവ്. ലാംഗ്വേജ് എന്തിനാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ദിസ് എവല്യൂഷൻ വാസ് ഡ്രിവൻ ബൈ ജോഗ്രഫിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. സോ ദിസ് എവല്യൂഷൻ, ദിസ് എന്ന പ്രോനൗൺ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എന്തല്ല, ഇൻട്രൊഡക്ഷൻ അല്ല. ഓക്കെ, പിന്നെ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹവെവർ ഗ്ലോബലൈസേഷൻ, ഹവെവർ അഗൈൻ കണക്റ്റർ ആണ്. അതും എന്തായിട്ട് വരില്ല,
ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരില്ല. അപ്പോൾ ഇതൊന്നും ടോപ്പിക് സെൻറ്റൻസസ് അല്ല. ലാസ്റ്റ് വൺ, ആസ് സൊസൈറ്റീസ് ഇവോൾവ് ലാംഗ്വേജ് ഡൈവേഴ്സിഫൈഡ് ലീഡിങ് ടു ദ റിച്ച് ലിംഗ്വിസ്റ്റിക് ടേപ്പസ്ട്രി വി സീ ടുഡേ. അപ്പോൾ എവല്യൂഷനെ കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ആസ് സൊസൈറ്റി ഇവോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. സൊസൈറ്റി ഇവോൾവ് ചെയ്തപ്പോൾ ലാംഗ്വേജ് ഡൈവേഴ്സിഫൈ ചെയ്തു, അല്ലെങ്കിൽ എന്താ ബ്രോഡൻ ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ്. കൂടുതൽ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്തായാലും ഈ രണ്ടെണ്ണം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബട്ട് ഇവിടെ ആയാലും എന്താ ആസ് സൊസൈറ്റീസ് ഇവോൾവ് ലാംഗ്വേജ്, അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വി ക്യാൻ പ്ലേസ് ദിസ്. ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ആസ് മീൻസ് ഫോർ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സർവൈവ്. അത് ആദ്യം പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ദിസ് എവല്യൂഷൻ വാസ് ഡ്രിവൻ ബൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിസ് എവല്യൂഷൻ, അപ്പോൾ എവല്യൂഷനെ കുറിച്ച് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസിൽ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ലാംഗ്വേജ് എന്തിനാ ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് എവിടെയാ, ഈ ഒരു പാരഗ്രാഫിലാണ് പറയുന്നത്. ഹാസ് സൊസൈറ്റീസ് ഇവോൾവ് ലാംഗ്വേജ് ഡൈവേഴ്സിഫൈഡ് ലീഡിങ് ടു ദ റിച്ച് ലിംഗ്വിസ്റ്റിക് ടേപ്പസ്ട്രി വി സീ ടുഡേ. അപ്പോൾ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് ഹ്യൂമൻ ബീങ്സിന് സർവൈവ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൊസൈറ്റി ഇവോൾവ് ആയപ്പോൾ ലാംഗ്വേജ് ഡൈവേഴ്സിഫൈ ചെയ്തു, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് വന്നു, അപ്പോൾ ഒരു എവല്യൂഷൻ നടന്നു. ദിസ് എവല്യൂഷൻ, ഈ ഒരു എവല്യൂഷൻ എന്ത് കാരണമൊക്കെയാണ്, അതിന് പല റീസൺസ് അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. ഈ എവല്യൂഷൻ ആദ്യം പറഞ്ഞാലാണ് ദിസ് എവല്യൂഷൻ, ഈ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. സോ ആദ്യം ഇത് പ്ലേസ് ചെയ്യണം, ദെൻ വി ഹാവ് ടു ടോക്ക് അബൌട്ട് അല്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദിസ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ വരുന്നത്, however, globalization is now causing a decline in language diversity as dominant languages overshadow smaller ones. So, however, എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒരു കോൺട്രാസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതുപോലെ അതിൻ്റെ യൂസ് എന്തിനാ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു, ഒരു എവല്യൂഷൻ തന്നെ വന്നു എന്ന് പറഞ്ഞു, ആ എവല്യൂഷൻ ലീഡ് ചെയ്ത റീസൺസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും however, അതായത് ലാംഗ്വേജിൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് രീതിയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും however, globalization is now causing decline. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്ലോബലൈസേഷൻ കാരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം അല്ലേ, ഗ്ലോബലൈസേഷൻ എന്താണ് ചെയ്യുന്നത്, ഇറ്റ് കോസസ് ഡിക്ലൈൻ ഇൻ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി. ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിക്ക് ഒരു ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ശോഷണം പോലെയാണ് അവിടെ പറയുന്നത്. കാരണം എന്താണ്, ആസ് ഡോമിനൻറ്റ് ലാംഗ്വേജസ് ഓവർ ഷാഡോ സ്മോളർ വൺസ്. ഡോമിനൻറ്റ് ലാംഗ്വേജസ് ചെറിയ ലാംഗ്വേജസിന്, അതായത് വലിയ പ്രയോറിറ്റി ഇല്ലാത്ത അധികം യൂസ് ചെയ്യപ്പെടാത്ത ലാംഗ്വേജിനെ ഓവർ ഷാഡോ ചെയ്യാണ് ഡോമിനൻറ്റ് ലാംഗ്വേജസ്. അതുകൊണ്ട് തന്നെ അതൊരു എന്താ, however എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോൺട്രാസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് ഐഡിയാസിനെ കണക്ട് ചെയ്യാനാണ് however യൂസ് ചെയ്യുന്നത്. സിമിലർ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോർ ഓവർ, ഫർദർ മോർ, ഇൻ അഡീഷൻ, അഡീഷണലി, ആൻഡ് പോലുള്ള കൺജങ്ഷൻസ് ഒക്കെ, കണക്റ്റേഴ്സ് ഒക്കെ നമ്മൾ സിമിലർ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് however, ബട്ട് പോലെയുള്ള കൺജങ്ഷൻസ് ഒക്കെ നമ്മൾ കോൺട്രാസ്റ്റ്, ഡിഫറെൻറ്റ് ഐഡിയ, ഇവിടെ ആദ്യം എല്ലാം സിമിലർ ഐഡിയാസ് ആയിരുന്നു, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഈ ഒരു പാരഗ്രാഫ് യൂസ് ചെയ്തിരിക്കുന്നത്. however, ഇങ്ങനെയാണെങ്കിലും ഗ്ലോബലൈസേഷൻ കാരണം ലാംഗ്വേജ് ഡിക്ലൈൻ ചെയ്യാണ്, ബിക്കോസ് ഡോമിനൻറ്റ് ലാംഗ്വേജസ് ആർ ഓവർ ഷാഡോയിങ് ദ സ്മോളർ വൺസ്. ഓക്കെ, അപ്പോൾ അതൊരു കൺക്ലൂഷൻ പോലെ തന്നിരിക്കുകയാണ്. സോ നമുക്ക് ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ലാംഗ്വേജ് എന്തിനാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു. ദെൻ ആ ഒരു ഒറിജിൻ കഴിഞ്ഞിട്ട് പിന്നെ സൊസൈറ്റി ഇവോൾവ് ചെയ്തപ്പോൾ ലാംഗ്വേജിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ലാംഗ്വേജ് ഡൈവേഴ്സിഫൈ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ലീഡിങ് ടു ദ റിച്ച് ലിംഗ്വിസ്റ്റിക് ടേപ്പസ്ട്രി വി സീ ടുഡേ, അതായത് വളരെയധികം ബ്രോഡായി എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ ഈ ഒരു എവല്യൂഷൻ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് വന്നതെന്നുള്ളത് പറഞ്ഞു. ദെൻ ഫൈനലി ഒരു കൺക്ലൂഷൻ പോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്ലോബലൈസേഷൻ കാരണം ഡിക്ലൈൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കണക്റ്റേഴ്സ് എന്തൊക്കെയാണ്, however ഒരു കണക്ടറാണ്. ഓക്കെ, കൺക്ലൂഷൻ പറയുകയാണെന്ന് മനസ്സിലായി. ദെൻ ദിസ് എന്നുള്ളത് പ്രോനൗൺ ആണ്. ഈ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ ഈ ഒരു എവല്യൂഷൻ എന്നൊരു മീനിങ് ആണ്. സോ ദിസ് എന്നുള്ളത് പ്രോനൗൺ ആയിരുന്നു, നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം ഈ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് പ്ലേസ് ചെയ്താലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. സോ ദിസ്, however, ഇങ്ങനെയുള്ള പ്രോനൗൺ കണക്റ്റേഴ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഐഡൻറ്റിഫൈഡ് വിച്ച് ഇസ് ദ ടോപ്പിക് സെൻറ്റൻസ്. അപ്പോൾ ടോപ്പിക് ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അവിടെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് വന്നത് എന്നുള്ളൊരു രീതിയിൽ തുടങ്ങുന്നത് ആ ഒരു സെൻറ്റൻസിലായിരുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് റീഓർഡർ പാരഗ്രാഫ്. ഇന്ന് നമ്മൾ ചെയ്തത്
റീഓർഡർ പാരഗ്രാഫ് ആയിരുന്നു റീഡിങ്ങിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ്. ആൻഡ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഫ്രം ദിസ് സെക്ഷൻ വിൽ ഹാവ് 2 or 3 questions ആൻഡ് ഫോർ 1 question വിൽ ഗെറ്റ് ഓൺലി 1.5 to 2 minutes, 1.5 തൊട്ട് 2 മിനിറ്റ് വരെയാണ് ഒരു ക്വസ്റ്റിന് നമുക്ക് എടുക്കാവുന്നത്. സോ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിക് സെൻറ്റൻസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സീക്വൻസ് പെയർ കണ്ടുപിടിക്കണം, പിന്നെ ഈ കണക്റ്റേഴ്സും പ്രോനൗൺസും ഒക്കെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ലോജിക്കലി ഈ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസ് കണക്റ്റഡ് ആണോ എന്ന് നോക്കണം, പിന്നെ ഒരു പെയറിനാണ് നമുക്ക് 1 മാർക്ക് കിട്ടുന്നതെന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റീഓർഡർ പാരഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് വി ഹാവ് ടേക്കൺ ഇൻ ടുഡേയ്സ് ക്ലാസ്. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് പ്ലീസ് ഡു ഫോളോ us for more. Thank you.